സിൽവർ ലൈൻ പദ്ധതിയിൽ പ്രകൃതിയെ മറന്നുള്ള വികസനമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്ന ആശങ്ക വേണ്ട. 2025-ൽ പദ്ധതി പൂർത്തിയാക്കും. 2 വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുക്കും. അടുത്ത 3 വർഷം നിർമ്മാണവും പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2025-ൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശം. 5 പാക്കേജുകളിലായി ഒരേ സമയം നിർമ്മാണം നടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 കൊല്ലം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാനാവണമെന്നാണ് കാണുന്നത്. നാടിൻ്റെ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാൻ നാടിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായി ചില ശക്തികൾ രംഗത്ത് വന്നാൽ അതിന് വഴിപ്പെടേണ്ടതില്ല. അതിന് വഴിപ്പെട്ടാൽ നാടിൻ്റെ താൽപ്പര്യം പരിഗണിക്കലാണ്. അപ്പോൾ നാടിൻ്റെ താൽപ്പര്യം കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ കാര്യം ഒരു ദൗത്യമായി ഏറ്റെടുക്കുമ്പോൾ അനാവശ്യമായി എതിർപ്പുയർത്തുന്നവരെ ആ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നത് ഒരു സർക്കാരിൻ്റെ ധർമ്മമല്ല. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ മാതൃകയിലാണ് ഈ സിൽവർ ലൈൻ പൂർത്തിയാക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി വിശദീകരണത്തിന് മുഖ്യമന്ത്രി വിളിച്ച പൗരപ്രമുഖരുടെ യോഗം തിരുവനന്തപുരത്ത് ഇപ്പോഴും തുടരുകയാണ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പാളയം ഇമാം പറഞ്ഞു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പിന്തുണ പ്രഖ്യാപിച്ചു. പുനരധിവാസത്തിന് സമയക്ലിപ്തതയുണ്ടെങ്കിൽ ആശങ്ക കുറയുമെന്നായിരുന്നു കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് യോഗത്തിൽ പറഞ്ഞത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഇപ്പോഴും ഈ ആശയവിനിമയം തുടരുകയാണോ? പ്രധാനപ്പെട്ട വന്നു ചേർന്ന ആളുകളെല്ലാം പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണോ ഉണ്ടായത്? 1 മണിക്ക് പൗരപ്രമുഖരുമായുള്ള സംവാദം അവസാനിച്ചു. അതിന് ഏകദേശം 10 മിനിറ്റ് മുമ്പ് മുഖ്യമന്ത്രി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോവുകയും ചെയ്തു. പൊതുവിൽ അനുകൂലമായ നിലപാടാണ്. പദ്ധതിയെ സ്വാഗതം ചെയ്താണ് ഇവിടെ സംസാരിച്ചതെല്ലാം നിലപാട് സർക്കാരിനെ അറിയിച്ചത്. സംസ്ഥാനത്തിന് ആവശ്യമുള്ള വളരെ അത്യാവശ്യമുള്ള പദ്ധതി എന്നാണ് പല മേഖലകളിൽപ്പെട്ട പ്രമുഖരും ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. പദ്ധതിക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പൂർണ്ണ പിന്തുണ അവർ പ്രഖ്യാപിച്ചു. പുനരധിവാസത്തിന് സമയക്ലിപ്തത വേണം, എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക കുറയുമെന്ന് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് യോഗത്തിൽ പറഞ്ഞു. പുനരധിവാസം ഉറപ്പായിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ. ആദ്യഘട്ടത്തിൽ നിന്ന് പുനരധിവാസം ഉണ്ടാകുമെന്ന് കേരള MD മറുപടി പറഞ്ഞു. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഈ സംവിധാനം അർദ്ധാതിവേഗ റെയിൽ സംവിധാനം ഉപയോഗിക്കണം, എങ്കിൽ ഈ ആംബുലൻസിന്റെ സംസ്ഥാനം ഒട്ടാകെയുള്ള പായലൊക്കെ കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിനുള്ള സംവിധാനം വേണമെന്ന് IMA പ്രതിനിധി ആവശ്യപ്പെട്ടു. ഒരു ക്യാബിൻ ഇതിനായി മാറ്റാനുള്ള സംവിധാനം കേരളയിൽ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് MD മറുപടി പറഞ്ഞു. പദ്ധതിയെ പാളയം ഇമാം VP ഷുഹൈബ് മൗലവി സ്വാഗതം ചെയ്തു. പക്ഷേ ഖബർസ്ഥാനുകളും പള്ളികളും ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ട്. അതിനൊരു പരിഹാരം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ധവളപത്രം ഇറക്കണം, പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധവളപത്രം ഇറക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് IMG ഡയറക്ടർ കൂടിയായ K ജയകുമാറാണ്. മുൻ IAS ഉദ്യോഗസ്ഥനായ K ജയകുമാറാണ്. അതിന് ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ പിന്തുണ നൽകി. ധവളപത്രം ഇറക്കണം, മതപരമായ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മനുഷ്യന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, മതപരമായ കാര്യങ്ങളിൽ ഒരു ആശങ്കയും വേണ്ടെന്ന് ശിവഗിരി ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു. കബറിടങ്ങളും പള്ളികളും പൊളിക്കുന്നതിൽ ആശങ്ക പാളയമാവും മറ്റു ചിലരും ഉന്നയിച്ചിട്ടുണ്ട്. ചേംബർ ഓഫ് കോമേഴ്സ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. മറ്റു നഗരങ്ങളിലേക്ക് കണക്ടിവിറ്റി വേണമെന്ന ആവശ്യം, അതായത് ഇപ്പോൾ ജില്ലകളിൽ ഉള്ള ലിമിറ്റഡ് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ, മറ്റു നഗരങ്ങളിലേക്ക് കൂടി കണക്ടിവിറ്റി വേണമെന്നും ആവശ്യമുയർന്നു. പൊതുവിൽ സംസാരിച്ചവരെല്ലാം ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. 1 മണിക്ക് മുമ്പ് തന്നെ പൗരപ്രമുഖ യോഗം അവസാനിച്ചു. മറ്റു ജില്ലകളിലും തുടരും. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്.